ഹായ്, നമസ്കാരം. എജ്ജാദി ഫുഡ് അടി വിത്ത് ആർ.ജെ. വിഷ്ണുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവും, എജ്ജാദി ഫുഡ് അടി വിത്ത് ആർ.ജെ. വിഷ്ണു എന്നാണെങ്കിൽ ഇപ്പോൾ ആർ.ജെ. വിഷ്ണു ഇല്ലല്ലോ, മറ്റൊരു മുഖമാണല്ലോ എന്ന്. എൻ്റെ പേര് ശിവ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആർ.ജെ. വിഷ്ണു അദ്ദേഹം ഇന്നില്ല. എന്നൊരു ചേഞ്ചിന് വേണ്ടി ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ചടുലതയും അവതരണമൊന്നും ഇന്ന് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കരുത്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ രീതിയിലാണ് ഇതൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് ആക്ച്വലി നമ്മൾ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമെങ്കിൽ ഒരു നല്ല നാടൻ കള്ള് ഷാപ്പാണ് ഈ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, കള്ള് ഷാപ്പാണല്ലോ, അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മളിനിപ്പം റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പേരെ കാണുള്ളൂ, അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോയി ഇരിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് ഫാമിലി റെസ്റ്റോറൻറ്റ് പേര്, കള്ള് ഷാപ്പ് എന്ന് ആദ്യം പറഞ്ഞു, ഫാമിലി റെസ്റ്റോറൻറ്റ് ആണ് പേര് എന്നുള്ള അത് വളരെ അർത്ഥവത്തായിട്ട് തന്നെയാണ്. നമ്മളിവിടെ ഫാമിലിയായിട്ട് നമുക്ക് കുടുംബത്തോടൊപ്പം വന്ന് വളരെ ആസ്വാദ്യകരമായിട്ട് ഭക്ഷണം കഴിച്ച് പോകാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഇത് സ്ഥലം എന്ന് പറയുന്നത് പാരിപ്പള്ളിക്ക് അടുത്താണ്. ഊന്നിൻമൂട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പം നമുക്ക് എങ്ങനെയാണ് അതിലോട്ട് വരാൻ പറ്റുന്നത്, വഴിയെക്കാരുടെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ വഴി പ്രത്യേകം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ നമുക്കിപ്പോൾ നമ്മൾ എവിടെയും പോകാൻ നമ്മൾ വഴി എവിടെയാണ് നമ്മൾ ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ മാപ്പ് ഇടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടുക. അപ്പം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് ഇവിടെ കൊണ്ട് എത്തിക്കും. സാധാരണ നമുക്ക് പറ്റുന്ന പോലെ മാപ്പ് വഴിതെറ്റിക്കും അങ്ങനെയൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് നമ്മുടെ കറക്റ്റ് ഷാപ്പിലേക്ക് തന്നെ വന്നെത്താൻ ഞാൻ തന്നെ ഇപ്പോൾ വന്നത് മാപ്പ് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് രാജൻ ചേട്ടൻ്റെ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഷാപ്പിനുള്ളിലേക്ക് പോവാം. ഈ പാരിപ്പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് പാരിപ്പള്ളി ഉണ്ടല്ലോ, ഏത് പാരിപ്പള്ളിയും ചിന്തിക്കും. ആക്ച്വലി ഇത് കൊല്ലം പാരിപ്പള്ളിയാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തുള്ള പാരിപ്പള്ളി എന്ന സ്ഥലത്താണ് നമ്മൾ ആക്ച്വലി ഈ ഷാപ്പ്. അതിനടുത്തായിട്ടാണ് ഇരിക്കുന്നത്. സ്ഥല പേര് മറക്കണ്ട, ഊന്നിൻമൂട് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ്. ഊന്നിൻമൂട് ഷാപ്പ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടേക്ക് വന്നെത്താൻ പറ്റും. രാജൻ ചേട്ടോ, നമസ്കാരം. അപ്പോൾ എജ്ജാദി ഫുഡ് അടിയുമായിട്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് രാജൻ ചേട്ടൻ്റെ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജൻ ചേട്ടൻ. നമസ്കാരം. എങ്ങനെ ആണ് നമ്മുടെ ഷാപ്പിന്റെ ഇന്നെന്താണ് സ്പെഷ്യൽ? ഇവിടെ സ്പെഷ്യൽ മീൻ തലയുണ്ട്, പിന്നെ വേളാത്തലയുണ്ട്, ഓക്കെ, ചെമ്പല്ലി ഫ്രൈ, കരിമീൻ ഫ്രൈ, കൊഞ്ച് ഫ്രൈ, കൊഞ്ച് റോസ്റ്റ്, കണവ ഫ്രൈ, കണവ റോസ്റ്റ്, ഒരു 30 ഐറ്റം എല്ലാ ദിവസവും കാണും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് കള്ള് വേണം. അതായത് നമുക്ക് ഈ നമ്മുടെ ചെത്തി പാലക്കാട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കള്ള് നമ്മൾ ചെത്തി ഇറക്കുവാണ്. അപ്പോൾ നമ്മൾ പലയിടങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ കള്ള് കുടിക്കാൻ അത്ര നമുക്ക് എന്താ പറയണ അത്ര നമ്മൾ ചെത്തി ഇറക്കി പോലെ ഫീൽ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാന്ന് ചോദിക്കാം. അപ്പം ഞാൻ പൊതുവെ കേട്ട അഭിപ്രായം വന്നിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ കേട്ട മറ്റൊരു കാര്യമുണ്ട്, അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മുടെ മീൻ പിടിച്ച് കറി വെക്കും എന്നുള്ള കാര്യം നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ആ രീതിയിലാണോ? ഇത് 2.5 ഏക്കറോളം ഉണ്ട്. ഇതൊരു കുളമാണ്. ഇവിടെ മീൻ ഇട്ടിട്ടുണ്ട്, കരിമീനുണ്ട്, കട്ടളയുണ്ട്, രോഗമുണ്ട്. അപ്പോൾ അതിന് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് നമ്മൾ രാവിലെ തീറ്റി ഇടുമ്പോഴത് പിടിച്ച് ഒരു ടാങ്കിലിട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ കുളത്തുനിന്ന് പിടിക്കണേ അങ്ങനെ പിടിച്ച് അപ്പോഴേ കറി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ നല്ല ലൈവായിട്ട് നമുക്ക് ഇത് കുളമാണല്ലേ. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കുളത്തിൽ നിന്നുള്ള വളരെ ലൈവായിട്ടുള്ള അധികം നമുക്ക് എന്താ പറയണത് വളരെ വിശ്വസിച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മീൻ അത് തന്നെ ഇവിടെ കറിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിനോട് കള്ളുണ്ട്. നമുക്ക് ബാക്കി അകത്തേക്ക് കയറിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഒക്കെ നോക്കാം. അതിനൊപ്പം എൻ്റെ വിശപ്പം തീരുമല്ലോ, നോക്കാം നമുക്ക്. രാജേട്ടന്മാർ, ഞാൻ ഒറ്റ കയറിയിട്ട് കാര്യമല്ലോ. അപ്പോൾ ഇവിടെ നല്ല തല കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ ആദ്യം അതൊന്ന് കാണട്ടെ. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കഴിക്കുന്ന കാര്യത്തിലൂടെ ഞാൻ പോകാം. അപ്പോൾ ഇതാണ് നെയ്മീൻ തല. ഇത് എന്താ ഡംബിൾസ് ആണോ? നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതിന്. രാജേട്ടോ, നല്ല വെയിറ്റ് ആണല്ലോ. ഇത് തന്നെ എടുത്താൽ മതിയോ? ഓക്കെ.
അപ്പോൾ ഇതാണ് ആക്ച്വലി നെയ്മീൻ തല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഫ്രഷ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ ഫ്രഷ് ആയിട്ട് 3 കിലോയോളം വെയിറ്റ് വരും. 3 കിലോയോളം വെയിറ്റ് ഉള്ള. അപ്പോൾ 3 കിലോയോളം വെയിറ്റ് ഉള്ളതാണ്. അത്യാവശ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ തല വെച്ച് വർക്കൗട്ടും ചെയ്യാം. നിറയെ ഇരിപ്പ് നമുക്ക് ഏതാണെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ കറി വയ്ക്കുന്ന നെയ്മീൻ തല എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പലരും, എനിക്ക് തന്നെ പരിചയമുള്ള പലരും നെയ്മീൻ എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല കേട്ടോ. ആക്ച്വലി നെയ്മീൻ കറി എന്താണെന്ന് അറിയാത്ത പല ആൾക്കാരും ഉണ്ട്. ആക്ച്വലി എന്തായാലും നെയ്മീൻ കറി എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നെയ്മീൻ്റെ തല എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് തന്നെ കണ്ടോളൂ, വളരെ ഫ്രഷ് ആയിട്ടിരിക്കുവാണ്. ഇത് എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുള്ള ഇതാണ് നെയ്മീൻ തല, വളരെ ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ തലയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് നിറയെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനിയിപ്പോൾ പാകം ചെയ്യാനുള്ളത് ഇവിടെ ഇരിക്കട്ടെ. പാകം ചെയ്തത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ രാജേട്ടൻ നമുക്ക് വേണ്ടിയിട്ട്, രാജേട്ടൻ തന്നെ പോയി മീൻ പിടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം കറി വയ്ക്കണം, നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം വറുത്തെടുക്കാം. അപ്പം നമ്മളിപ്പോൾ കുളത്തിൽ നിന്ന് മീൻ പിടിച്ചോണ്ട് വറുത്തടിക്കാൻ പോവാണ്. അപ്പം ഞാൻ അതുവരെ പോയി കുറച്ച് കള്ളടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് മുന്നേ നമ്മുടെ ഹരിത ഷാപ്പിൻ്റെ കിച്ചൺ കയറി കണ്ടായിരുന്നല്ലോ. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ. അടുക്കളയെല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുകയാണ്, നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ വേറെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഹൈജീൻ, ഇപ്പോൾ നമ്മൾ ഷാപ്പ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അത്ര വൃത്തിയായിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാം. അപ്പോൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കിച്ചണാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. നല്ല വൃത്തിയോട് കൂടി തന്നെയാണ് അകത്തിരിക്കുന്നത്, നല്ല ഹൈജീനിക്കാണ്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്ന് നല്ല ഒരു ഗ്ലാസ് കള്ള് ഞാൻ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു ആംബിയൻസിലേക്ക് ഒന്ന് കള്ള് കുടിക്കാൻ പറ്റുന്ന ഷാപ്പുകൾ വേറെ എവിടെയും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. പക്ഷേ ആലപ്പുഴയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഷാപ്പുകൾ കാണാൻ പറ്റും. പക്ഷേ എന്നാലും കൊല്ലത്ത് അങ്ങനെ ഒരു ഷാപ്പ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാജേട്ടാ വേണ്ട, അപ്പം ഞാൻ ചിയേഴ്സ് ഒന്നും പറയാനില്ല, കയ്യിൽ വേറെ ഗ്ലാസ്സിലാത്തതുകൊണ്ട് ഞാൻ തന്നെ കുടിക്കുവാണ്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ ജസ്റ്റ് പറയുന്നത്, നമ്മൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഈ ഫാമിലി ആണ് കൂടുതലോട് വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിലൂടെ ഉണ്ട്. എ സി റെസ്റ്റോറൻ്റ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ചെറിയ പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ പാർക്ക് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് വലിയ തടസ്സങ്ങളില്ലാണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. വണ്ടികൾ നമുക്ക് തിരിച്ച് കൊണ്ടുപോകാനൊന്നും വലിയ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കള്ള് കുടിച്ച് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പം ബാക്കി സംസാരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ളിൻ്റെ റിവ്യൂ പറയാനാണെന്ന്. കള്ളിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. കള്ളിൻ്റെ റിവ്യൂ എന്തോന്ന് പറയാനാണ്, കള്ളെന്ന് വെച്ചാൽ കള്ള് തന്നെയാണ് അല്ലേ, നല്ല ആസ്തയിൽ തെങ്ങിൻ കള്ളാണ്. അപ്പോൾ അതെനിക്ക് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കട്ടെ ഞാൻ. നല്ല എന്താ നമ്മൾ നാടൻ നല്ല സ്വയംഭ സാധനം എന്ന് പറയാം. അപ്പോൾ എന്തായാലും നല്ല നല്ല നമുക്ക് ഒരു ഉന്മേഷം കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് കള്ളു കുടിക്കുന്ന ഒരു തറവാടിയുള്ള ലക്ഷണമാണെന്നാണ് അല്ലേ. അപ്പോൾ വാമനെ വാ. അപ്പോൾ നമ്മുടെ ഇത്ര നേരം കാത്തിരുന്ന തലക്കറി ഇതാ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുളത്തിൽ നിന്ന് പിടിച്ച ഫിഷിൻ്റെ ഫ്രൈയും തന്നെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കഴിച്ച് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ചേട്ടാ കഴിച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇത് പ്രധാന സാധനമോ കള്ള്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കണ്ട മുമ്പ് കൊണ്ട് വെച്ചിട്ട് എന്നാ പിന്നെ കള്ള് വരാൻ പറ. കള്ളെടുത്തുണ്ടോ? അപ്പോൾ ദാ എൻ്റെ മുന്നിലേക്ക് ഇതാ കള്ള് എത്തിയിരിക്കുകയാണ്. അതാ നല്ല മൺകുടത്തിൽ കള്ള് എത്തിയിട്ടുണ്ട്. ഇത് കപ്പയാണ്. അപ്പോൾ കുശാല് തന്നെയാണ്. ഇതാ ഇപ്പോൾ കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ഇതാ ഫിഷിൻ്റെ ഫ്രൈയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിച്ച് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് നേരെ ഇപ്പം അവതരിപ്പിക്കാൻ തന്നെ നേരെ പറ്റുന്നില്ല. അത് ഗ്ലാസ് വന്നിട്ടുണ്ട്. അപ്പോൾ കള്ളുണ്ട്. അപ്പോൾ എന്തായാലും കുശാല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും കൂടെ പിടിക്കുമല്ലേ? നിങ്ങൾക്ക് കൂടെ പിടിക്കാൻ പറ്റത്തില്ല, എന്തായാലും വീഡിയോ ആണ്. തൽക്കാലം നിങ്ങൾ എന്തായാലും ഇതിപ്പോൾ കാണുക. അതിന് ശേഷം നിങ്ങളെല്ലാം ഈ വീഡിയോ കണ്ട് ഇൻസ്പയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഈ ഒരു മാപ്പ് ഓൺ ചെയ്തിട്ട് അതിൽ നമ്മുടെ ഈ ഷാപ്പിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. സ്ഥലം നിങ്ങൾ ഏതാണ് മറക്കരുത്. ഊന്നിൻമൂട് ഹരിത ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഊന്നിൻമൂട് ഷാപ്പ് എന്ന് അടിച്ചു കൊടുത്താലും കറക്റ്റായിട്ട് ഇത് കിട്ടും. ഞാൻ അങ്ങനെ അടിച്ചപ്പോഴാണ് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോരുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം രാജേട്ടാ ആരംഭിക്കാം.
എന്തായാലും തലക്കറിയാണല്ലോ, അപ്പോൾ തലയിൽ പ്രധാനമാണല്ലോ കണ്ണ്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ രാജേട്ടാ, അപ്പം എന്താ കണ്ണ് ഞാനിത് എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തലക്കറിയിൽ കണ്ണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ നെയ്മീനല്ലേ? അപ്പം നെയ്മീൻ്റെ കണ്ണാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ പണ്ട് ചെറുതിലെ വീട്ടിൽ ആഹാരം കഴിച്ചിരിക്കുമ്പോഴേ നമ്മൾ മീൻകറിയിലെ കണ്ണാണ് ഞാൻ എപ്പോഴും കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. വളരെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ഞാൻ റിവ്യൂ ഇടാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. നമുക്ക് അധികം അങ്ങനെ എല്ലായിടത്തും പോയി നമുക്ക് മീൻ കറി കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെടണമെന്നല്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്. ടൊമാറ്റോ ഉണ്ട്, ചേട്ടത് കുടംപുളി അല്ല കേട്ടോ. അപ്പോൾ കുടംപുളി ഇടും. അപ്പം ആക്ച്വലി നമ്മൾ കുടംപുളി നല്ലവണ്ണം പിഴിഞ്ഞ് ഇതിൽ ഒഴിച്ച് കഴിക്കണം എന്നുള്ളതാണ്. നല്ല നാടൻ കറിവേപ്പിലാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലൊരു അത്യാവശ്യം നല്ലൊരു പീസൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, നല്ല അസൽ മീൻ കറി. നമ്മൾ പരിസരമായി കാണുമ്പോൾ നല്ല അസൽ മീൻ കറിയാണ്. ആക്ച്വലി അങ്ങനെ പലയിടത്തും പോയിട്ട് നമുക്ക് അങ്ങനെ മീൻ കറി കഴിക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇത് വളരെ നല്ല ടേസ്റ്റ്. നമുക്കിപ്പം വീട്ടിൽ നിന്നൊക്കെ വളരെ ഹൈജീൻ, ഫ്രഷ് ആണെന്നുള്ളത് യാതൊരു സംശയമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എന്തായാലും രാജുവിനോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. വളരെ എനിക്ക് എന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഈവൻ കശുവണ്ടിക്ക് ഇതിൽ ആഡ് ചെയ്തു. കശുവണ്ടി പരിപ്പ് പേസ്റ്റ് അടിച്ച്, പ്രത്യേകിച്ച് കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കശുവണ്ടി ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇൻഗ്രീഡിയൻസ്. പിന്നെ വലിയ സീക്രട്ട് ഒന്നുമല്ലല്ലോ. ഇത് കശുവണ്ടി പരിപ്പ് പേസ്റ്റ് അടിച്ച് ചേർക്കും. പിന്നെ തേങ്ങ വറുത്തരച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ചെയ്തോളൂ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ കുടംപുളി ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം പിന്നെ കുരുമുളക് പൊടി, ഇത്രയും ഐറ്റങ്ങളാണ് ഇതിൻ്റെ മെയിനായിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും കപ്പ കൂട്ടി ഒരു പിടി പിടിക്കാൻ വിചാരിക്കുന്നത് ആദ്യം. പിന്നെ എൻ്റെ മുന്നിൽ ഫിഷിൻ്റെ ഫ്രൈ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ആദ്യം കപ്പ കൂട്ടി ഒന്ന് പിടി പിടിക്കാം. അപ്പോൾ കപ്പ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. സൂപ്പർ. പണ്ട് ആക്ച്വലി തിരുവനന്തപുരത്ത് തന്നെ കപ്പ എന്നല്ല മരച്ചിനി എന്നാണ് പറയാം. അപ്പം ഈ മരച്ചിനി മീൻ കറിയും പണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊന്നും നമ്മൾ ഈ മരച്ചിനി മീൻ കറി നമ്മളിങ്ങനെ മുക്കിയൊന്നും കഴിച്ചാൽ പോരാ. നമ്മൾ മലയാളികളാകുമ്പോൾ എങ്ങനെ കഴിക്കണം, നമ്മൾ നല്ലോണം ആസ്വദിച്ച് ലാവിഷായിട്ട് കഴിക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നും നമുക്ക് എടുത്ത് വെച്ച് അങ്ങ് നല്ല ഫ്രീ ആയിട്ടൊരു കഴിക്കലങ്ങ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തല എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരച്ചിനിയിലോട്ട് മൊത്തം ഗ്രേവി കുറിച്ച് ഒരു ഫുൾ തല ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാനൊന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം പാരിപ്പള്ളി റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഊന്നേൻമൂട് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് നിങ്ങൾ കയറുക, ഇവിടുത്തെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാനെന്തായാലും ഇത് കഴിച്ച് തീക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ഇന്ന് വെറും ഒരു ശ്രമമല്ല, നല്ലോണം ആസ്വദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെല്ലാം കഴിക്കുവാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു കൊല്ലം പാരിപ്പള്ളി റൂട്ടിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ വരണം. നല്ല ഭക്ഷണം, നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള ആൾക്കാരും ഇവിടെ വന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കുക. അപ്പോൾ എനിക്കൊരു വിശ്വാസമുള്ള കാര്യം, നിങ്ങൾ എന്തായാലും ഇത് കഴിക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 100% എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അഥവാ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ തെറി വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു ധൈര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാ സ്നേഹമുള്ള എല്ലാ പ്രേക്ഷകരോടും ചിയേഴ്സ് പറയുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ, ശരി.